സിനിമാറ്റിക് ലെവലിൽ ഒരു റീൽസ് കൂടെ അവളെ കൊണ്ടുവന്നാണ് ഞാൻ. അതിന് ഞാൻ അഭിമാനിക്കുന്നു. അവളും അതിൽ എന്തായാലും അഭിമാനിക്കുന്നു. ഈ രേണുസുതിക്ക് നേരെ വരുന്ന ആരോപണങ്ങളും ഈ വിമർശനങ്ങളൊക്കെ കുറച്ച് അതിന് കിടക്കുമെന്ന് തോന്നാറുണ്ട്. പിന്നെ ഞങ്ങൾ ചാന്തോട്ട് റീൽസ് ഇറങ്ങിയ സമയം മുതലാണ് ഈ വിമർശനം കൂടുതൽ. അതുവരെ എനിക്കധികം വിമർശനങ്ങളില്ല. ഞാൻ പറഞ്ഞു വന്നു. ഇപ്പോൾ രേണുസുതി എൻ്റെ കൂടെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ ശേഷം അവർക്കെതിരെ വിമർശനങ്ങൾ എന്നിലേക്ക് നീങ്ങി. അതാണ് യാഥാർത്ഥ്യം. ഞാൻ സ്വതവേ മാസ് വീഡിയോസ് അതുപോലെ തന്നെ റൊമാൻറ്റിക് ഒക്കെ ചെയ്യുന്ന ആളാണ്. എനിക്ക് വിമർശനങ്ങൾ ഒരു പരിധിവരെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കൂടെ രേണുവിൻ്റെ കൂടെ കൂടിയ ശേഷം എനിക്ക് വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. അത് രേണുവിൻ്റെ വിമർശനങ്ങൾ എന്നിലേക്കും വന്നു, എൻ്റെ വിമർശനങ്ങൾ രേണുവിലേക്കും വന്നു. അത്ര മാത്രമല്ല, അത് ഒരു പോസിറ്റീവായി കാണുന്ന ആളാണ് ഞാൻ. രേണു കറക്റ്റ് വിമർശനങ്ങൾക്ക് മറുപടി കൊടുക്കുന്ന ആളാണ്. ഞാനത് മറുപടി കൊടുക്കുന്ന ആളല്ല. എന്ന് വന്നാലും രേണുസുതിനെ ഒരു എൻട്രി അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ എന്താണ് സമ്മർദ്ദം. രേണുസുതി പലപ്പോഴും പറയാറുണ്ട്, ഇത്രയും പരിഹാസങ്ങളൊക്കെ കേൾക്കുമ്പോഴും എന്നെ അതൊരിക്കലും ബാധിക്കുന്നില്ല. എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ മനുഷ്യന്മാർ ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മളെ അത് മാനസികമായി ബാധിക്കാറുണ്ട്. ശ്വാസേട്ടൻ അങ്ങനെ തോന്നാറുണ്ട്, അവരെ അത് സ്വാധീനിക്കുന്നുണ്ട്. അവർക്ക് രേണുസുതി ബാധിക്കാറില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ടിക്ടോക്ക് മുതൽ വീഡിയോ ആളെ എനിക്കും ഒരുപാട് നെഗറ്റിവിറ്റി വരുന്ന ആളാണ്. എന്നെ അത് ബാധിക്കാറില്ല. ഇപ്പോൾ തൊലിക്കെട്ടി കണ്ടില്ലേ, ഇത് അങ്ങനെ ഉറപ്പുള്ള തൊലിക്കെട്ടിയാണ്, അങ്ങനെയൊന്നും ബാധിക്കില്ല. അപ്പോൾ രേണു പറഞ്ഞത് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. അതിൽ അവളെ ഒരു സുധിച്ചേട്ടൻ അവളുടെ ഹസ്ബൻഡാണ്. അദ്ദേഹം മരിച്ച ശേഷം വീട്ടിലിരുന്നു കൊണ്ട് അങ്ങനെയല്ല, അവൾ അഭിനയിക്കുന്ന അഭിനയത്തിലുള്ള നാടക ആക്ട്രസ്സാണ്. അവൾ അഭിനയിക്കുന്നു, അവളെ കുടുംബം പോറ്റുന്നു, അതിന് വരുമാനം കിട്ടുന്നു. അതിന് യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. ആൾക്കാർ പലതും പറഞ്ഞിട്ട്, പക്ഷെ അവൾക്ക് അവളെ സംബന്ധിച്ച് വേറെ പൂർണ്ണ സപ്പോർട്ടാണ് അവളുടെ കാര്യത്തിൽ. എന്നെ യാതൊരു സംശയം, ഞാൻ എന്നെ കൂടെ വന്ന ഒരാളാണെന്നുള്ളത് ഞാൻ അഭിമാനിക്കുന്നുണ്ട്. രേണുസുതി ബിഗ് ബോസിൽ സെലക്ഷൻ കിട്ടിയെന്ന് അങ്ങനെ ഹ്യൂമർ കേൾക്കുന്നുണ്ട്. കേരളമൊക്കെ എനിക്കതിനെ പറ്റി കൂടുതൽ അറിയില്ല. ഞാൻ അവളോട് ചോദിച്ചിട്ടില്ല. അവൾ കയറട്ടെ. അവളെപ്പോലത്തെ ആള് ബിഗ് ബോസിൽ എന്തായാലും അഭിവാജ്യ ഘടകമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചില നെഗറ്റീവിനോട് പൊരുത്തുന്ന ആളാണല്ലോ. നെഗറ്റീവിനോട് പൊരുത്തുന്ന ആൾക്കാരാണ് ബിഗ് ബോസിന് ആവശ്യം. അപ്പോൾ അവൾ അതിലൊരു അഭിവാജ്യ ഘടകമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സെലക്ഷൻ ആയോന്ന് എനിക്കറിയില്ല. കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കെയർ ഓഫ് വന്ന ഒരാളെന്നുള്ളത് ഞാൻ സന്തോഷം. സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ ഒരു ബിഗ് ബോസിലേക്ക് വന്നതുകൊണ്ട് അതിൽ ചേട്ടനൊരു കാരണമായതുകൊണ്ട് ചേട്ടനും പിന്നെ സന്തോഷമല്ലേ. ഇപ്പം ആരെന്ത് പറഞ്ഞാലും അതെനിക്ക് വലിയ ഞാൻ എൻ്റെ കെയർ ഓഫ് അവളെ അറിയപ്പെടാത്ത ആളല്ല കേട്ടോ, അറിഞ്ഞുകൊണ്ട് വന്ന ആൾ തന്നെയാണ്. എന്നാലും ഈ ഒരു എൻട്രി കൊടുക്കാൻ എനിക്ക് സാധിച്ചു. അത് ഞാൻ ഒരു അഭിമാനം കൊള്ളുന്നു. വരട്ടെ, ബിഗ് ബോസിൽ വരട്ടെ. ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വിന്നറൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അവർക്ക് കഴിവുണ്ട്. അവർ പ്രതികരണശേഷി കൂടിയ ഒരു സ്ത്രീ കഥാപാത്രം ഞാൻ കണ്ടത് രേണുസുതിയാണ്. ഈ രേണുസുതിയുടെ ഭർത്താവായിരുന്ന സുധിച്ചേട്ടൻ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാളായിരുന്നു. അപ്പം അദ്ദേഹത്തിന് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇപ്പോൾ സിനിമാ മേഖലയിലൊക്കെ ആണെങ്കിൽ പോലും ഇപ്പം തങ്കച്ചൻ വിതുര എന്ന് പറഞ്ഞൊരു ആക്ടർ അല്ലാതെ ഒരു ഇറങ്ങി വന്നൊരു സപ്പോർട്ട് വേറെ ആരും രേണുസുതിക്ക് കൊടുക്കുന്നതായിട്ട് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. അത് രേണുസുതിയോടുള്ള അവരുടെ ഒരു എതിർപ്പായിട്ടാണ്. അത് അവളെ സുധിച്ചേട്ടൻ അതുപോലെ തന്നെ നമ്മളെ സ്റ്റാർ മാജിക്കിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. രേണുസുതിക്ക് ഞാൻ പൂർണ്ണ സപ്പോർട്ടാണ്. അവൾ വന്ന സമയത്ത് അവൾ നല്ല സപ്പോർട്ട് ചെയ്ത ആളാണ്. ബാക്കി അവളെ ആഭ്യന്തര വിഷയങ്ങൾ, ഫാമിലി വിഷയങ്ങളിലൊക്കെ ഒന്നും ഞാൻ കിടക്കുന്നില്ല. പക്ഷേ ആസ് എൻ്റെ കോ ആക്ട്രസ് എന്ന ഇതിൽ എനിക്ക് അവളുടെ ബഹുമാനാണ്, നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. കൂടുതൽ അതിന് ഫാമിലി സംബന്ധിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷെ അവൾ ഒരു ആസ് എ ക്യാരക്ടർ രേണുസുതി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞാൻ സപ്പോർട്ട് അവൾ. പിന്നെ നമ്മളെ ചങ്കല്ലേ രേണു. റീല് ചെയ്യാൻ സമയം കിട്ടുമെന്ന് എനിക്കറിയില്ല. അവിടെ തിരക്കിലാണ്, ഞാൻ തിരക്കിലാണ്, അവിടെ തിരക്കിലാണ്. ഇപ്പം എന്തെങ്കിലും ആൽബമോ സിനിമയോ ഷോർട്ട് ഫിലിമോ ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത പ്രൊഡ്യൂസറോ ഡയറക്ടറോ വിളിക്കാൻ ഞങ്ങൾ അഭിനയിക്കും. അല്ലാതെ റീൽ ചെയ്യാനുള്ള സമയം കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നിങ്ങളുടെ രണ്ടര കോംബോ അടിപൊളിയായിരുന്നു. കാരണം ഞങ്ങൾ അതിന്റെ കോംബോ നെഗറ്റീവ് ഒരു കമന്റ് ഒരുപാട് വന്നിട്ടുണ്ടെങ്കിൽ അതെ ഞങ്ങൾ ആഗ്രഹമുണ്ട്, പക്ഷെ അത് സാധിക്കുന്നില്ല. ഞാനും തിരക്കിലാണ്, അവളും തിരക്കിലാണ്. ഞങ്ങളെ രണ്ടുപേരും കൂട്ടി യോജിപ്പിക്കാൻ ഏതെങ്കിലും ഘടകം, ഏതെങ്കിലും ഷോർട്ട് ഫിലിമോ സിനിമയോ അങ്ങനെ വരികയാണെങ്കിൽ ഞങ്ങൾ യോജിക്കും. പിന്നെ ഡിബിൻ നമ്മളെ ചങ്കല്ലേ, അത് ഞങ്ങളൊരു സാധനം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊരു എന്താ പറയുക, ഒരു പറയാം സംതിങ് സ്പെഷ്യൽ ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കർക്കിടകമൊക്കെയാണല്ലോ. അപ്പം പൊതുവേ ഈ വീഡിയോഗ്രാഫർ സിനിമാ മേഖല അല്ല നമ്മുടെ കല്യാണങ്ങളൊക്കെ ഓഫ് സീസണാണ്. സോ ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്യും. എന്തായാലും ഈ ചിങ്ങ ഒന്നിന് മുമ്പ് ഞങ്ങളൊരു സാധനം എന്തായാലും പുറത്തിറങ്ങും. കേരളം കത്തിക്കും. നെക്സ്റ്റ് ഒരാളാണ് രേണു, അല്ല വേറെ സീക്രട്ട് ഏജന്റ് രേണുസുദിനെ പറ്റി ബിഗ് ബോസിൽ കയറിയതിനെ പറ്റി പറഞ്ഞത് കേട്ടായിരുന്നോ?
അത് ഞാൻ പൂർണ്ണമായി കേട്ടില്ല. സീക്രട്ട് ഏജന്റ് നമ്മുടെ ചങ്കാണ്. അവനെന്താ പറഞ്ഞ എനിക്കറിയില്ല. രേണുസുതി ബിഗ് ബോസിൽ കയറി കഴിഞ്ഞാൽ രേണുസുതിയുടെ ലൈഫ് അടിച്ചു പോകും പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം പാസ്റ്റ് ഉള്ളവർക്കെല്ലാം ഞാനറിയില്ല രേണുസുതിന്റെ. ഞാനിപ്പോ എന്റെ കൂടെ അഭിനയിക്കുന്ന ആക്ട്രസ് ആണെങ്കിലും പാസ്റ്റ് പ്രസന്റ് ഫുള്ള് നമ്മളെ മറ്റേ സ്കാൻ ചെയ്തിട്ടൊന്നുമില്ല ഞാൻ കൂടെ അഭിനയിപ്പിക്കുന്നത്. എൻ്റെ ഒരു വിശ്വാസമാണത്. അപ്പം അവനങ്ങനെ പറഞ്ഞപ്പോൾ ബ്രോ പറഞ്ഞ് ഞാൻ കേൾക്കുന്നത്. പക്ഷെ രേണുസുതി അങ്ങനെ ആണെന്നല്ല, അവിടെ ബോൾഡാണ്. അവിടെ പോകുന്നിടത്തോളം മുന്നോട്ട് പോകും. എവിടെ എത്തുന്നത് എനിക്കറിയില്ല, എവിടെ അവസാനിക്കുന്നത് എനിക്കറിയില്ല. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. 100% ആവുമോ 99 അവസാനിക്കുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു ചങ്കാണ്, ചങ്കത്തിയാണ്. ഓക്കെ 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 ശരി. ഫുഡ്